ഗുരുവായൂരിൽ അമൃത് കുടിവെള്ള പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തത് വാഹനയാത്രക്കാർക്ക് ദുരിതമാകുന്നു. നെന്മിനി മന്നം സ്മാരക റോഡിൽ മണ്ണിൽ താഴ്ന്ന മിനി ലോറി 6 മണിക്കൂറോളം റോഡിൽ കുടുങ്ങിയതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കാസർഗോഡ് നിന്ന് വെട്ടുകല്ലുമായി എത്തിയ മിനി ലോറിയാണ് കഴിഞ്ഞ ദിവസം റോഡിൽ താഴ്ന്നത്. സമീപത്തെ വീട് നിർമ്മാണത്തിനായി കല്ലുമായി എത്തിയ ലോറി വളവ് തിരിയുന്നതിനിടെ പിൻചക്രം റോഡരികിലെ മണ്ണിൽ താഴുകയായിരുന്നു. ലോറി റോഡിന് കുറുകെയായതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചു. ലോറിയിലുണ്ടായിരുന്ന കല്ലുകൾ മുഴുവൻ ഇറക്കിയ ശേഷം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് ലോറി റോഡിൽ നിന്ന് നീക്കിയത്. റോഡ് വെട്ടിപ്പൊളിച്ചതിന് പിന്നാലെ മണ്ണിട്ട് മൂടിയെങ്കിലും ആവശ്യമായ രീതിയിൽ ഉറപ്പിക്കുകയോ ടാറിംഗ് നടത്തുകയോ ചെയ്യാത്തതാണ് വാഹനങ്ങൾ താഴാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 2 ആഴ്ച മുമ്പ് ഒരു സ്കൂൾ വണ്ടി താന്നു, ഒരു 3 കാറുകൾ ഇതേമാതിരി താന്നു. ഒരിക്കൽ മെമ്പറോ ചോദിച്ചറിയാനെന്ന് ചോദിച്ചവരോട് വിവരങ്ങൾ പറഞ്ഞിരുന്നു. എന്നിട്ട് മൂപ്പര് പറഞ്ഞ മുനിസിപ്പാലിറ്റിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ യാതൊരു സാധനം നോക്കില്ല. സ്ഥിരം വന്ന് രാത്രിയൊക്കെ ഈ വണ്ടികൾ താഴുകയാണ്. യാതൊരു പ്രതികരണവും ഇല്ല. വളരെ അനാസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അധികാരികൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി അപകടങ്ങൾ സംഭവിക്കും. അതുപോലെ സംഭവിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ അപകടം സംഭവിച്ചില്ല, പക്ഷെ ലോറിക്ക് മറ്റേ കേട് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നിരവധി തവണ നഗരസഭ അധികൃതരുടെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്നിട്ടും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. റോഡ് അടിയന്തരമായി പൂർവ്വസ്ഥിതിയിലാക്കി സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV ന്യൂസ്, ഗുരുവായൂർ.